ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും AR ഗ്രീൻ കിച്ചൺ ഡയറീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങ അടയാണ്. അതിന് വേണ്ടിയിട്ട് മാങ്ങ നന്നായിട്ട് തോല് കളഞ്ഞ് കുഞ്ഞു കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം. അരിഞ്ഞ മാങ്ങ നമുക്ക് ഒരു മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. എന്നിട്ട് മാങ്ങ നന്നായിട്ട് നമുക്ക് നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ അരച്ചെടുക്കണം. ഇനി നിങ്ങൾക്ക് അരിപ്പൊടിയോ ഗോതമ്പ് പൊടിയോ എടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഗോതമ്പ് പൊടിയിലേക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ആവശ്യമാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ കുറച്ച് വെള്ളം കൂടെ വെച്ചിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചപ്പാത്തിയുടെ പരിവാകുന്നത് വരെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ചപ്പാത്തീൻ്റെ പാകമാകുമ്പോൾ നമുക്ക് മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് നിറയ്ക്കേണ്ടത് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ശർക്കരയും ഉള്ളിയും ജീരകവും എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്താൽ മാത്രമേ ശർക്കര എല്ലാ ഭാഗത്തും എത്തുള്ളൂ. ഇനി നമുക്കൊരു ഇല എടുക്കാം. ഇനി നമുക്കതിൽ നേരത്തെ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് പരത്തിയെടുക്കാം. അപ്പോൾ നമുക്ക് ഇലയിൽ കുറച്ച് വെളിച്ചെണ്ണ ആക്കിയതിന് ശേഷം നമുക്ക് മാവ് പരത്തിയെടുക്കാം. നല്ല നൈസായിട്ട് തന്നെ പരത്തിയെടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അട നല്ല നൈസായിട്ട് കിട്ടുള്ളൂ. ഞാനിവിടെ നല്ല നൈസിൽ തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ കുഴച്ച് മാറ്റി വെച്ചിരിക്കുന്ന ശർക്കര ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു ഭാഗത്ത് മാത്രമേ ശർക്കര ഇട്ട് കൊടുക്കുന്നുള്ളൂ, മറുഭാഗം മടക്കി വെക്കാം. അപ്പോൾ ഇനി നമുക്ക് ഒരു അടച്ചെമ്പെടുത്ത് അതിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതൊന്ന് തിളക്കുമ്പോൾ നമുക്ക് അതിലേക്ക് പരത്തി വെച്ചിരിക്കുന്ന അട ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇത് മൂടി വെച്ചൊന്ന് വേവിക്കുകയാണ്. ഈ 2.5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇത് മൂടി തുറക്കാം. 2.5 മിനിറ്റിന് ശേഷം മൂടി തുറന്നതിന് ശേഷം നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 2.5 മിനിറ്റും കൂടെ മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ 5 മിനിറ്റ് ആകുമ്പോൾ അട റെഡിയാകും. അപ്പോൾ ഇവിടെ അട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഈച്ച് വയ്ക്കാം. അപ്പം ബാക്കിയുള്ളതും കൂടെ നമുക്ക് അതുപോലെ ആക്കിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ ബൈ ബൈ.